നമസ്കാരം. മൈൻഡ്യൂറിയത്തിലേക്ക് സ്വാഗതം. ഓരോ മനസ്സിനും പറയാനൊരു കഥയുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരേ സിറ്റുവേഷൻ, ഒരേ സന്ദർഭത്തിൽ രണ്ടാൾക്കാർ, ഒരാൾ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു, വേറൊരാൾ ആ പക മനസ്സിൽ കൊണ്ട് നടക്കുന്നു, ദേഷ്യം കാണിക്കുന്നു. ഇതൊക്കെയാണ്. വേറൊരു സന്ദർഭം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിട്ടുള്ളൊരു സമയമാണ്. ടെൻഷനായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യപ്പെടുക. എന്നാൽ എല്ലാവരും ദേഷ്യപ്പെടുന്നില്ല. അപ്പോൾ അതിനർത്ഥം ചിലർക്ക് ഒരു കാമായിട്ടുള്ളൊരു കാമായിട്ടിരിക്കാൻ പറ്റും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും. എന്നിട്ട് ചിലർക്ക് ഇത്തിരി ടെൻഷൻ വന്നാൽ പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ടാൻട്രംസ് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് സൈക്കോളജിസ്റ്റുകൾ കുറേ വർഷങ്ങളായി പഠിച്ചു വരുന്ന ഒരു മേഖലയാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയുന്നത്. സോ ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഒരു ആഗ്രഹമുള്ള ഒരു സാധനമാണ്. നമ്മൾ ചോദിക്കുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി, എനിക്കിതിന് ഉത്തരം അറിയാം. അപ്പോൾ എനിക്ക് ഉത്തരം അറിയാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസാണ്, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്യും എന്നല്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നില്ലേ, നമുക്കൊരു വലിയ ആഴമില്ലാത്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും വലിയ ആഴമില്ലാത്തതായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഉത്തരങ്ങൾ നമ്മളെ കുറച്ച് നേരത്തേക്ക് സാറ്റിസ്ഫൈ ആക്കുമെങ്കിലും പക്ഷെ നമുക്ക് ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു മനസ്സിലാക്കൽ എന്നത് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആക്ച്വലി മൈൻഡോറിയം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നമ്മെ മനസ്സിലാക്കുന്നത് പോലെ മറ്റൊന്നിനും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന ചില ഡിസ്കഷൻസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അത് ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഈ മനസ്സിലാക്കുക, സ്വയം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കുക. കുറേ നാളുകൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ചാലും ചില സമയത്ത് നമുക്ക് ഈ കൂടെ ജീവിക്കുന്ന ആളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടില്ലേ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് നമ്മളിതിലൂടെ നടത്തുന്നത്. അത് നമ്മൾ വെറുതെ ഊഹങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം അങ്ങനെ വെറുതെ കൺക്ലൂഷനിലേക്ക് എത്താതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി വിൽ ട്രൈ ടു ഫൈൻഡ് സയൻറ്റിഫിക് ആൻസേഴ്സ്. ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടില്ലായിരിക്കാം, ചിലർക്ക് അറിയുമായിരിക്കാം. എന്നാലും അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കൂടി നമുക്കൊന്നും കൂടി ആ ഒരു കണ്ടുപിടുത്തങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ മനുഷ്യ സ്വഭാവത്തെ വിലയിരുത്താനും അതിൽ നിന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവിനും വേണ്ടി ശ്രമിക്കുന്ന ഒരു ചാനൽ എന്ന് മൈൻഡോറിയത്തെ നമുക്ക് വിളിക്കാം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്, എന്നേക്കാൾ ആഴത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരുമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ നമുക്ക് ഒരുമിച്ചൊരു യാത്ര തുടങ്ങിക്കൂടെ? വൈ കാൺട്ട് വി ഡു ഇറ്റ് ടുഗെദർ? വി വിൽ വാക്ക് ആ ഒരു ആഴത്തിലേക്ക്, അല്ലെങ്കിൽ മനസ്സാകുന്ന ആ ഒരു വിശാലതയിലേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ലെറ്റ്സ് വാക്ക് ഇൻ ടു ഇറ്റ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു അഗാധത്തിലേക്കുള്ളൊരു യാത്രയായി നമ്മൾ കാണുവാണെങ്കിൽ ഐ തിങ്ക് വി വിൽ റീച്ച് നമ്മൾ ബെറ്ററായിട്ടുള്ള പ്ലേസുകളിലേക്ക് നമ്മുടെ തന്നെ ചിന്തകൾ നമ്മൾ എത്തിക്കും. കുളത്തിലുള്ള ഒരു തവളയെ പോലെ അല്ലാതെ ആ കുളത്തിനും അല്ലെങ്കിൽ കിണറിനും പുറത്തൊരു ലോകമുണ്ടെന്നും ആ ലോകത്തിൽ നമുക്ക് പലതും കയ്യെത്തിപ്പിടിക്കാവുന്നതും തൊട്ടറിയാവുന്നതുമായ സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ചെറിയൊരു
ഇനീഷ്യേറ്റീവാണ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും നല്ല മനസ്സോടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ അതിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആവശ്യം എന്നത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരാവശ്യമായിട്ട് തോന്നാതെ ഇതൊരു ഈ ഒരു ഭൂമിയിലുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഈ ഒരു അന്വേഷണത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾക്ക് ഒരുമിച്ച് അന്വേഷിക്കാം, ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഒരുമിച്ച് യാത്രയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അത് പുതിയൊരു വീഡിയോ ആയിട്ട് വിൽ മീറ്റ് അഗെയിൻ. അതും പെട്ടെന്നായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസോ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടു travel with you. Thank you.